എത്രയായി? 200. ദാ. വാ. വെള്ളം കുടിക്കച്ച. അമ്മാവ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ട. ഈ കേസിനൊരു തീരുമാനമായിട്ടേ ഞാൻ എങ്ങോട്ടുള്ളൂ. സർ, എൻ്റെ മകള്, അവളെ എങ്ങനെയെങ്കിലും എനിക്ക് കണ്ടുപിടിച്ച് തരണം സർ, പ്ലീസ്. അച്ഛാ, മഞ്ചാടി. മഞ്ചാടി, സാർ, ഇതാണ് ഞങ്ങളുടെ മഞ്ചാടി മോള്. മോളെ, നീ എങ്ങനെയാ ഇവരുടെ അടുത്ത് എത്തിയത്? എന്താടോ സംഭവം? മഞ്ചാടിയെ കാണാനില്ലെന്നും പറഞ്ഞ് ഇവളുടെ അച്ഛനോടെ പരാതി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവളെ എവിടുന്ന് കിട്ടി? അത് ഞാൻ പറയാം സർ. ഞാനും ജീവൻ രാജും സ്വന്തം ഇഷ്ടപ്രകാരം ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാ. എന്റെ വീട്ടുകാർ എതിർത്തത് കൊണ്ട് ഞാൻ ജീവന്റെ കൂടെ ഇറങ്ങിപ്പോയി. ഞങ്ങൾ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന എന്റെ വീട്ടുകാര് ജീവൻ രാജിന്റെ വീട്ടിൽ വെച്ച് അവനെ അവിടെ തടഞ്ഞു വെക്കുകയും എന്നെ ബലമായി പിടിച്ചുകൊണ്ട് പോയി ദാസങ്ങളുടെ വീട്ടിൽ പൂട്ടിയിടുകയും ചെയ്തു. അവിടുന്ന് ഞാൻ ആരും കാണാതെ രാത്രിയിൽ പുറത്തു ചാടി. അർദ്ധരാത്രിയില് റോഡിൽ തനിച്ചൊരു പെൺകുട്ടി നടന്നു പോകുന്നത് കണ്ട് 2 മദ്യപാനികൾ എന്നെ ആക്രമിക്കാൻ വന്നു. മാഷിനും കുടുംബത്തിനും ഞാനും എൻ്റെ മോനും ശത്രുക്കളെ പോലെയാ സാറേ. പക്ഷെ ഞങ്ങൾ അതൊന്നും നോക്കിയില്ല. മഞ്ചാടിയെ അക്രമികളിൽ നിന്ന് രക്ഷിച്ച് അപ്പൊ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി സാറേ. ഞങ്ങൾ അപ്പൊ അവിടെ എത്തി ഇവളെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ വേറെന്തെങ്കിലും വാർത്ത കേൾക്കേണ്ടി വന്നേനെ. അർദ്ധരാത്രി വഴിയിൽ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നത് കണ്ടപ്പോ രക്ഷപ്പെടുത്തിയത് നല്ല കാര്യം തന്നെ. പക്ഷേ അത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം കൂടി നിങ്ങൾക്കുണ്ടായിരുന്നു. മഞ്ചാടിയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ ഒരുങ്ങിയതാണ് സാർ. ആ പക്ഷേ ആ സമയത്ത് മഞ്ചാടിക്ക് പോലീസിന് പേടിയാണെന്ന് പറഞ്ഞു. ജീവൻ രാജിനെ അറസ്റ്റ് ചെയ്ത് പോലീസും വീട്ടുകാരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണെന്നാ മഞ്ചാടി ഞങ്ങളോട് പറഞ്ഞത്. അതെ സർ, ഇപ്പോഴും എനിക്ക് ആ ഭയമുണ്ട്. എന്നാ ഇപ്പൊ എനിക്ക് സത്യം വിളിച്ചു പറയാനുള്ള ധൈര്യവും ശക്തിയും ഉണ്ട്. ഇന്നലെ രാത്രി അതില്ലായിരുന്നു. അതാ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകരുതെന്ന് ഞാൻ ഇവരുടെ കാല് പിടിച്ച് പറഞ്ഞത്. പോലീസ് ഇവിടെ ഒരു ഗുണ്ടായുസവും നടത്തിയിട്ടില്ല. മകളെ കാണാനില്ലെന്ന അച്ഛന്റെ പരാതിയിന്മേലുള്ള അന്വേഷണം മാത്രമേ ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ. അതിനിടെ കളിച്ചതാരാണെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അതിന് നടപടി ഉണ്ടാവും. ആ ജീവൻരാജനെ ഇങ്ങോട്ട് കൊണ്ടുവാ. സർ, സാറ് വിളിക്കുന്നു. ആ അടക. ജീവൻ, മഞ്ചാടി,
പോലീസ് നിന്നെ ഒരുപാട് തല്ലിയില്ലേ? എല്ലാത്തിനും കാരണക്കാരി ഞാനാ. ഞാൻ നിന്നെ വിട്ടിട്ട് തിരിച്ചു പോവാത്തതിന്റെ പേരിലാ എന്റെ വീട്ടുകാരിതൊക്കെ ചെയ്തത്. ഒന്നും സാരമില്ല, പോട്ടെ. മഞ്ജരിയുടെ അച്ഛനെ വിഷമിപ്പിക്കണ്ട. നീ വേണേ അവരുടെ കൂടെ പോയിക്കോ. ഇല്ല, ജീവൻ ഇവരെ പേടിയാണെങ്കിൽ ജീവൻ രക്ഷപ്പെട്ടോ. പക്ഷെ മരിച്ചാലും ഞാൻ ഇനി ഇവരുടെ കൂടെ പോവില്ല. എന്റെ അച്ഛനടക്കം എല്ലാവർക്കും വേട്ടക്കാരുടെ മനസ്സാ. ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ഞങ്ങളെ ദുരഭിമാനത്തിന്റെ പേരില് പിന്നാലെ ഓടി തളർത്തി പിരിക്കാൻ ശ്രമിച്ചവരാ ഇവര്. ദയവ് ചെയ്ത് എന്നെ ഇവരോടൊപ്പം വിടരുത്. ഞങ്ങളെ ഒരുമിച്ച് പോവാൻ അനുവദിക്കണം. നിയമപരമായി അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ലേ സർ? ലീഗൽ റൈറ്റ്സ് ഒക്കെ ഉണ്ട്. എന്നുവെച്ച് വീട്ടിൽ നിന്നൊരു പെൺകുട്ടി ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയാ ബന്ധുക്കൾ അന്വേഷിക്കാൻ പാടില്ലെന്ന് നിയമമൊന്നുമില്ല. ബന്ധുക്കളിൽ ചിലർ നിങ്ങളെ ബലമായിട്ട് അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ കുട്ടിയുടെ അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇന്നലെ അറിഞ്ഞ ഉടനെ മാഷ് ഇവിടെ വന്ന് പരാതി തരികയാണ് ഉണ്ടായത്. മഞ്ചാടിയെ ഒളിപ്പിച്ചു വെച്ച് ജീവൻ രാജ് അല്ലാന്ന് മനസ്സിലായപ്പോ ഇവൻ ആ കാര്യത്തിൽ നിരപരാധിയാണെന്ന് ആദ്യം ഇവിടെ വന്ന് അറിയിച്ചതും മാഷ. അതെ മോളെ, അച്ഛനൊന്നും അറിയില്ലായിരുന്നു. ആരും അച്ഛനെ ഒന്നും അറിയിച്ചില്ലായിരുന്നു. എനിക്ക് നിന്നൊന്ന് കണ്ടാൽ മാത്രം മതിയെന്നേ ഞാൻ ഈ സാറിനോട് പറഞ്ഞിട്ടുള്ളൂ.